പറ്റണം. അടിച്ചെടുക്കുക. വെട്ടിട്ട് കൊടുക്കുക. മറക്കരുത്, റൗണ്ടായി കിട്ടില്ല. വെട്ടിട്ട് കൊടുക്കുക. അടിച്ചു കഴിഞ്ഞു മറിച്ചു കൊടുക്കുക. അപ്പോൾ ബോഡി പാർട്ട് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ബാക്ക് പീസും ഫ്രണ്ട് പീസും എടുത്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് പീസിന് വെക്കുക. ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് ഭാഗം നല്ല വശം വെക്കുക. ഫ്രണ്ട് പീസ് നല്ല വശം വെക്കുക. ഇട്ടിട്ടടിക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുക്കുക. നല്ലോണം കെട്ടിട്ട് കൊടുക്കുക. തുമ്പ് മറിച്ചു കൊടുക്കുക. തുമ്പ് ബാക്കോട്ടാകുന്ന രീതിയിൽ ഒരു പ്രസ് അടി, ഒരു ചവിട്ട് വീതിക്ക് ഒരു പ്രസ് അടി കൊടുക്കുക. പ്രസ് അടി കൊടുക്കുമ്പോൾ ഒരു തുമ്പിന് കണക്കാക്കിയിട്ട് മേലെ ഭാഗത്തുനിന്ന് ഫ്രണ്ട് ഭാഗത്തുനിന്ന് അടിച്ചു കൊണ്ടുവരാൻ തുമ്പൊക്കെ ഒതുങ്ങി നിൽക്കും. ഇതുപോലെ ഒരു ചവിട്ട് വീതിക്ക് റെഡി അടിച്ചു കൊടുക്കുക. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ മാർക്ക് നോക്കിയിട്ട് അളവ് നോക്കുക. ഇതിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മൾ 1.5 ഇഞ്ച് തുമ്പ് ഇട്ടിട്ടുണ്ട്. ആ തുമ്പ് 2 ഭാഗം തുമ്പൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മേലെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. 11.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. തുമ്പ് നിൽക്കാനുള്ള തുമ്പ് ഇട്ട് കൊടുക്കുക. ഇനി ബോഡി പാർട്ട് യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്കിതിന് കയറുണ്ടാക്കണം. ഇനി മറ്റേ ഫ്രോക്കിന് ചെയ്ത പോലെ തന്നെ താഴോട്ടുള്ള ഭാഗം എടുക്കുക. താഴോട്ടുള്ള ഭാഗം എടുക്കുമ്പോൾ ഫ്ലവർ നേരെ ഫ്ലവർ നോക്കിയിട്ട് തന്നെ എടുക്കണം. ഫ്ലവർ ഇങ്ങനെ താഴ്ന്ന മേലേക്ക് കയറുന്ന രീതിയിൽ തന്നെ പിടിക്കുക. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ സെൻറ്റർ വെട്ടിട്ട് കൊടുക്കുക. സെൻറ്റർ വെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് 11.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടേണ്ട തുമ്പ് നമുക്കിവിടെ വേണ്ടത് 11 ഇഞ്ച് നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പ്ലേറ്റ് ഇട്ടത് മുമ്പ് കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരേപോലെ തുമ്പ് പ്ലേറ്റ് ഒരേപോലെ ഇട്ട് കൊടുക്കുക. ഉള്ളിലേക്ക് തള്ളി ഇട്ട് കൊടുക്കുക. ഇടുന്ന പ്ലേറ്റ് ഒരേ വലിപ്പത്തിന് 1/2 ഇഞ്ച് ഇതാണ് നമ്മൾ പിടിക്കുന്നത്. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുണ്ട്. തുമ്പ് അത്യാവശ്യം ഇട്ട് കൊടുക്കുക. പ്ലേറ്റ് അത്യാവശ്യം ഇട്ട് കൊടുക്കാനുണ്ടാവും. നമുക്കിവിടെ സെൻറ്റർ തുമ്പക്ക് 5.5 ഇഞ്ച് കിട്ടിയാൽ മതി. ഏകദേശം ഒരു 3-4 പ്ലേറ്റ് കൂടി ഇടുമ്പോൾ തുമ്പ് കറക്റ്റായി കിട്ടും.
2 പ്ലേറ്റിനുള്ള ഗ്യാപ്പുണ്ട്. ഏകദേശം അളവ് കറക്റ്റായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിനെ നമ്മൾ ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടാണ് പ്ലേറ്റ് ഇടുന്നത്. സെൻറ്റർ വരെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഓപ്പോസിറ്റായിട്ട് പ്ലേറ്റിനെ ഇട്ട് കൊടുക്കുക. മുമ്പ് ചെയ്ത് നമ്മൾ ഒരേപോലെ ഒരേ ഭാഗത്തേക്കായിരുന്നു പ്ലേറ്റ് ഇട്ടത്. ഇത് 2 ഭാഗത്തേക്ക് വരും. ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് അങ്ങോട്ടും വന്നു. ആ രീതിയിലാണ് നമ്മൾ പ്ലേറ്റ് ഇടുന്നത്. നന്നായിട്ട് പ്ലേറ്റ് ഇട്ട് പോകണ്ട, അളവ് നോക്കണം. 1 ഇഞ്ച് കുറച്ച് കൂടുതലായി പോകുന്നുണ്ട്. 1-2 പ്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും.